സമൂഹമാധ്യമങ്ങൾ വഴിയുള്ള അപകീർത്തികരമായ പ്രചാരണത്തിൽ പരാതിയുമായി നടി റിനി ആൻ ജോർജ് മുഖ്യമന്ത്രിക്കും സൈബർ പോലീസിനും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി. വിവിധ സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ, ഓൺലൈൻ യൂട്യൂബ് ചാനലുകൾ എന്നിവ കൂടാതെ രാഹുൽ ഈശ്വർ, ഷാജൻ സ്കറിയ എന്നിവർക്കെതിരെയും പരാതിയുണ്ട്. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, ഇപ്പോൾ റിനി ആർക്കൊക്കെതിരെ പരാതി നൽകിയിരിക്കുന്നു? എന്താണ് ഈ പരാതിയിൽ പറയുന്നത്? സ്മൃതിയും നടി റിനി ആൻ ജോർജാണ് ഇപ്പോൾ പരാതി മുഖ്യമന്ത്രിക്കും DGPക്കും ജില്ലാ പോലീസ് മേധാവിക്കുമൊപ്പം സൈബർ പോലീസിനും നൽകിയിരിക്കുന്നത്. തുടർച്ചയായി തനിക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടാകുന്നു എന്ന് ഈ പരാതിയിൽ പറയുന്നു. വലിയ അപകീർത്തികരമായ നിലയിലുള്ള കണ്ടന്റുകൾ പ്രചരിപ്പിക്കപ്പെടുന്നു. അതിൽ വിവിധ വ്യക്തികൾ വിവിധ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ അവർ പ്രചാരണം നടത്തുന്നു. കമന്റുകളായും പോസ്റ്റുകളായും മറ്റും ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണം നടത്തുന്നു. താൻ ഒരു അഭിമുഖത്തിൽ യാദൃശ്ചികമായ ഒരു കാര്യം പറയുകയും തനിക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് പരാമർശിക്കുകയുമാണ് ചെയ്തത്. അതിനെക്കുറിച്ച് പിന്നീട് മാധ്യമങ്ങൾ ആരാഞ്ഞപ്പോൾ അതിന് മറുപടി നൽകുകയും ചെയ്തു. അതിന് പിന്നാലെ തുടർച്ചയായി തന്നെ ലക്ഷ്യമിട്ട് ഇത്തരത്തിൽ അപകീർത്തികരമായ, മോശമായി ചിത്രീകരിക്കുന്ന വിവിധ തരത്തിലുള്ള പ്രചാരണങ്ങളാണ് വിവിധ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൂടെയും അക്കൗണ്ടുകളിലൂടെയും ഓൺലൈൻ യൂട്യൂബ് ചാനലുകൾ വഴിയും നടത്തുന്നത് എന്നതാണ് റിനി ഈ പരാതിയിൽ പറയുന്നത്. വിവിധ ഓൺലൈൻ ചാനലുകൾക്കെതിരെയും പരാതിയുണ്ട്. തന്നെ അപകീർത്തിപ്പെടുത്തും വിധം തന്നെ ചിത്രങ്ങൾ ഉപയോഗിച്ച് തെറ്റായ പ്രചരണം നടത്തുന്നു എന്ന് പറയുന്നു. അതുകൂടാതെ രാഹുൽ ഈശ്വർ, ഷാജൻ സ്കറിയ എന്നിവരും അവരുടെ യൂട്യൂബ് ചാനലുകൾ വഴിയോ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴിയോ ഒക്കെ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള കണ്ടന്റുകൾ തുടർച്ചയായി പ്രസിദ്ധീകരിക്കുന്നു എന്ന കാര്യവും ഇതിൽ പറയുന്നുണ്ട്. വിവിധ യൂട്യൂബ് ചാനലുകളുടെ അക്കൗണ്ട് ലിങ്കുകൾ ഈ പരാതിക്കൊപ്പം നൽകിയിട്ടുണ്ട്. അതുവഴിയെല്ലാം വിവിധങ്ങളായ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ വഴി തുടർച്ചയായി തന്നെ അപകീർത്തിപ്പെടുത്തുന്നു. തെറ്റായ പ്രചാരണം, അശ്ലീല ചുവയോടുകൂടിയുള്ള പ്രചാരണമൊക്കെ ഇതുവഴി നടത്തുന്നു. ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടാണ് റിനി ഇപ്പോൾ ഈ പരാതി നൽകിയിരിക്കുന്നത്. അതായത് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളുടെയൊക്കെ തുടക്കം എന്ന ഘട്ടത്തിൽ അവർ പക്ഷേ ഒരിക്കലും രാഹുലിന്റെ പേര് പറയുകയോ മറ്റെന്തെങ്കിലും ഒരു പ്രചാരണത്തിലേക്ക് പോവുകയോ ചെയ്തില്ല എങ്കിൽ കൂടിയും ഒരു യുവ രാഷ്ട്രീയ നേതാവിൽ നിന്ന് മോശം ഇടപെടൽ ഉണ്ടായി. അതായത് സന്ദേശം അയച്ച് മോശമായ കാര്യങ്ങൾ പറഞ്ഞു എന്നതായിരുന്നു ഇവരുടെ വെളിപ്പെടുത്തലായി വന്നത്. അത് ആദ്യം ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. പിന്നീട് അക്കാര്യം വിശദമായി സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഒരു യുവ നേതാവ് ഇത്തരത്തിൽ സന്ദേശം അയച്ചു, ഹോട്ടലിലേക്ക് വിളിച്ചു തുടങ്ങിയ കാര്യങ്ങൾ അവർ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന വിവിധങ്ങളായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ, ആരോപണങ്ങളും ഒക്കെ സമൂഹ മാധ്യമങ്ങൾ വഴിയൊക്കെ ചർച്ചയായി. സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നവർ, അത്തരം ആളുകളൊക്കെ ഈ നിലയ്ക്ക് പ്രചാരണം റിനിക്കെതിരെ നടത്തുന്നു എന്ന ആക്ഷേപമാണ് ഈ പരാതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൂടാതെ വിവിധങ്ങളായ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് ആസൂത്രിതമായുള്ള പ്രചാരണം നടക്കുന്നു. അതിൽ കുറ്റക്കാർക്കെതിരെ നടപടി വേണം തുടങ്ങിയ ആവശ്യങ്ങളാണ്. വേഗത്തിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കണം, കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന പരാതിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും അതിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കും എന്ന നിലയ്ക്ക് ഈ ഘട്ടത്തിൽ നമ്മൾ അതിനെ മനസ്സിലാക്കണം. ശരി, സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.